അതായത് നിലവിലിപ്പോൾ ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അർജന്റീനൻ ടീം കളിക്കാൻ പോകുന്ന ഈ വർഷം ഇനിയിപ്പോൾ പറയുന്ന മാസത്തിലേക്ക് അധികം സമയവുമില്ല. എത്രത്തോളം സാധ്യതയുണ്ട്? മന്ത്രി ഇന്നലെ ആവർത്തിച്ച് പറയുന്നത് മെസ്സി വരും, ഇവിടെ കളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞാൻ എൻ്റെ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം, ഹൗ അൺപ്രൊഫഷണലി എ തിങ് ക്യാൻ ബി ഡെലിവേർഡ്, അല്ലെങ്കിൽ ഏറ്റവും അമിച്ചറിഷ് ആയിട്ട് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാവുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ സംഭവങ്ങളിൽ കൂടെ നമ്മൾ മുഴുവൻ അറിഞ്ഞു. ഇതുപോലാണോ ഒരു ഇൻ്റർനാഷണൽ ഒരു സെലിബ്രിറ്റി ഫുട്ബോളർ ഇങ്ങനെ വരുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതായത് ഞാൻ ഇന്ന് ഓർക്കുന്നത് 1991 അന്ന് നിങ്ങൾക്ക് ഇപ്പം ഉള്ള ഫുട്ബോളേഴ്സിന് പലർക്കും ഓർമ്മ കാണും, ടാറ്റ സൂപ്പർ സോക്കർ സീരീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്ന സമയത്ത് അന്ന് ഒരുപാട് ലോകതലത്തിലുള്ള പ്ലേയേഴ്സിനെ അതിന് മുമ്പ് കൊണ്ടുവന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ജർമ്മനിയിൽ നിന്ന് VFL ബോഷാം, പിന്നെ അതേപോലെ ഈ 1991 വന്ന PSV എയ്ന്തോവനൊക്കെ ഇന്ത്യയിൽ വന്നപ്പം അന്നത്തെ വേൾഡ് ലെവലിൽ നിന്നിരുന്ന വളരെ ടോപ്പായിട്ടുള്ള പല പ്ലേയേഴ്സും, ഹാൻസ് ബ്രൂക്ലിൻ, എർവിൻ കോമാൻ, പിന്നെ ജോർഗി പ്രൊപ്പസ്ക്, അങ്ങനെ ഒരുപാട്, പിന്നെ എറിക് എന്ന് പറഞ്ഞ് പിന്നീട് 1990 ഇവരുടെ ബെൽജിയത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന പ്ലെയർ, ഇങ്ങനെയുള്ളവരെയൊക്കെ അന്ന് ഇവർ ഇന്ത്യയെ കൊണ്ടുവന്ന. അപ്പോൾ അവർ പക്ഷേ അതിന് ഒരു വർഷം മുമ്പ് തന്നെ അതിൻ്റെ പ്ലാൻ എല്ലാം വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട്, അതായത് ഒരു വർഷം മുമ്പ് തന്നെ അവർ പറഞ്ഞു അടുത്ത വർഷം ഇന്ന ദിവസം ഡൽഹിയിൽ മാച്ചുണ്ട്, മുംബൈയിൽ മാച്ചുണ്ട്, ഇങ്ങനെ അവർ അനൗൺസ് ചെയ്ത് ആ ദിവസങ്ങളിൽ തന്നെ ആ ടൂർണമെൻറ്റ്സ് നടക്കുകയും ചെയ്തു. ഈ പറഞ്ഞ പ്ലേയേഴ്സ് എല്ലാവരും വരികയും ചെയ്തു. അന്ന് ബോബി റോബ്സൺ ഇന്ത്യയിൽ വന്ന ആ ടീമിൻ്റെ മാനേജറായിട്ട് വന്ന ഒരു ചരിത്രമുണ്ട്. അത് എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ ടാറ്റ, റിലയൻസ് ഒക്കെ പോലത്തെ ബോഡിയും ഒരു ഗവൺമെൻറ് ലെവലിൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടുള്ള ആ വൈഡ് ഗ്യാപ്പ്, അത് എങ്ങനെ ഇത്രമാത്രം ഒരു സംഭവം കുളവാക്കാമെന്നുള്ളത് ഇപ്പം തെളിഞ്ഞിരിക്കുക. ഇനി മെസ്സി വന്നാൽ തന്നെ കളിക്കാനാണോ അതോ വെറുതെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് വന്ന് പോകാനാണോ, ഇങ്ങനെയുള്ളത് പോലും ഇപ്പം അറിയത്തില്ല. വളരെ അൺസർട്ടനിറ്റി ആണുള്ളത്. ഇപ്പോൾ നേരത്തെ രണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന്, നമ്മുടെ അഭിമാനമായ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും സ്റ്റേഡിയത്തിൽ നിന്ന് അവിടുത്തെ സ്ഥിതിയെ കുറിച്ചാണ് അതെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കൊച്ചി നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇനി ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് ഉപയോഗിക്കരുതെന്ന് ഒരു 2 വർഷം മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. AFCയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ആൾ കൊച്ചി വന്നപ്പോൾ അന്ന് ഹിന്ദു അത് റിപ്പോർട്ട് ചെയ്തിരുന്നു, സ്റ്റാൻ റയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സ്റ്റേഡിയം ഒരു വലിയ മേജർ ഹസാർഡാണ്. ആക്ച്വലി ആ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളത് സ്റ്റേഡിയത്തിന് ഗുണത്തേക്കാളേറെ അപകടമായിരിക്കും വരാൻ പോകുന്ന അന്ന് അങ്ങേര് പറഞ്ഞത് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ വലിയൊരു സ്റ്റോറി കൊടുത്തിരുന്നു. കാര്യം അവിടുന്ന് ഇറങ്ങി വരുന്ന ക്രൗഡ് കൺട്രോളോ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ വെട്ടെന്നോളോണെ സഡൻ എടുത്ത് ചാടി ഇവിടെ വെച്ച് നടക്കും അല്ലെങ്കിൽ അവിടെ വെച്ച് നടക്കും എന്ന് പറയുന്ന അതുപോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല. പ്രൊഫഷണൽ പ്ലേയേഴ്സൊക്കെ കളിക്കുമ്പോഴത്തേക്ക് വളരെ പ്ലാൻ ചെയ്ത് മെറ്റിക്കുലസ് ആയിട്ട് വളരെ നാളുകൾക്ക് മുമ്പ്, ഒരു വർഷമെങ്കിലും മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പ്ലാനിങ് എല്ലാം കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു നല്ല ഏജൻസി രമേശ്, മറ്റൊരു ഫൗൾ പ്ലേ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് മന്ത്രി പറയുന്നു ആദ്യഘട്ടത്തിൽ സ്പോൺസർമാരുടെ പണം കൊടുക്കാത്തതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിൽ പറയുന്നു. പക്ഷേ സ്പോൺസർ വന്ന് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്നു, മെസ്സി എന്തായാലും വരുമെന്ന് പറയുന്നു. അടുത്ത പ്രതികരണത്തിലാണ് മന്ത്രി പറയുന്നത് അല്ല, മെസ്സി വരുമെന്ന് മന്ത്രി പറയുന്നു. ഇപ്പോഴും സ്പോൺസറും മന്ത്രിയും കൂടെ ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് കാണരുത്. ഇതെല്ലാവരും ഇവിടെ നമ്മുടെ ആൾക്കാർ മുഴുവൻ നോക്കുന്ന വെദർ ഹി കംസ് ഓർ നോട്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവസാനം ഇവർ തമ്മിൽ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന പോലെ തോന്നുന്നത്. ഇതിൽ എത്രമാത്രം ഒരു ക്ലാരിറ്റി ഇല്ലാതുള്ള അപ്രോച്ചാണ് ഇതുവരെ കണ്ടത്. ഇനിയിപ്പോൾ അഥവാ പുള്ളി വന്നാൽ തന്നെ ഇവിടെ കളി നടക്കുമെന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എനിക്കില്ല. കാര്യം എന്നാ വെച്ചാൽ ഇപ്പം ഇതുപോലുള്ള ഒരു അർജന്റീൻ ടീം ഇവിടുത്തെ ഗ്രൗണ്ട് ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ AFCയുടെ സെക്രട്ടറി ജനറൽ 2 വർഷം മുമ്പ് പറഞ്ഞ പോലെ ഈ കൊച്ചിയിലാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പം മെസ്സി ഇല്ലാത്ത ഒരു ടീമിനെയും കൊണ്ട് ഇപ്പോൾ വന്നാൽ പോലും അവർ പോലും ചിലപ്പോൾ ഇത് എഗ്രി ചെയ്തിരിക്കുകയില്ല. അവർ നേരത്തെ ഏതായാലും ഓടി വന്ന അന്നത്തെ ദിവസം അല്ലല്ലോ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. നേരത്തെ വന്ന അവർ ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഇതെല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ മനസ്സിലായി ഇത് എത്രമാത്രം യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മയോപിക് ഇതിൽ ഹാൻഡിൽ ചെയ്തതിൻ്റെ കുഴപ്പമാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പം ഗവൺമെൻറ് ഈ ഇൻറ്റൻഷനിൽ സീരിയസ് ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതിനുള്ള പ്ലാൻ എല്ലാം മെറ്റിക്കുലസ് ആയിട്ട് അവർ വർക്കൗട്ട് ചെയ്തേനെ. അതിൻ്റേതായിട്ട് യാതൊന്നും കാണാനില്ല.
ഇനിയിപ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റുകയില്ല. ഇപ്പം വരുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ക്ലാരിറ്റി ഇല്ല, ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. അത് ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദയവ് ചെയ്ത് ഗവൺമെൻറ് തലത്തിൽ ഇനി തുനിയരുത്. ഇത് നല്ല പ്രൊഫഷണലായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള റിലയൻസിനെയോ ടാറ്റയെ പോലെയൊക്കെയുള്ള നല്ല നല്ല കോർപ്പറേറ്റുകളെ ഉൾക്കൊള്ളിച്ച് അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രം ടീമുകളെ കൊണ്ടുവരാൻ നോക്കുക. മെസ്സിയെ കൊണ്ടുവരാൻ നോക്കുക. ഇനിയിപ്പം റൊണാൾഡോയെ കൊണ്ടുവരണമെങ്കിൽ റൊണാൾഡോയെ അങ്ങനെ തന്നെ കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഗവൺമെൻറ് തലത്തിൽ ഇത് ഇപ്പം ഇരുന്ന ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കൊല്ലവും കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം വരില്ല, അടുത്ത കൊല്ലം വരുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ വേണമെങ്കിൽ പറഞ്ഞു. പ്രതീക്ഷ അത് നീണ്ടു പോകും എന്ന തോന്നലാണ് പൊതുവിൽ മന്ത്രിയുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത്.